പ്രദീപ് ജോസഫ്, മധ്യ കേരളത്തിലെ പോളിംഗിന്റെ ഒരു സ്വഭാവം എങ്ങനെയായിരുന്നു? വലിയ മത്സരങ്ങളുള്ള മണ്ഡലങ്ങൾ, ഇപ്പം വേണമെങ്കിൽ കുന്നത്തുനിന്ന് അടക്കം എടുത്തു കഴിഞ്ഞാൽ വലിയ പോളിംഗ് പെർസെൻറ്റേജിലേക്ക് പോകുന്നു എന്നാണ് അവസാനവട്ട കണക്കുകൾ. നിശ്ചയമായിട്ടും SIR ഒരു ഫാക്ടറാണ്, ഈ ഉയർന്ന പോളിംഗ് ശതമാനത്തിൽ അതൊരു ഫാക്ടറാണ് എന്നുള്ളത് ശരിയാണെങ്കിൽ പോലും സാധാരണ നിലയിൽ പോളിംഗ് കുറഞ്ഞു നിൽക്കാറുള്ള നഗരമേഖലകളിലടക്കം ഒരു മികച്ച വോട്ടിംഗ് ഉച്ചയ്ക്ക് മുമ്പേ കണ്ടു. എങ്ങനെയാണ് മുന്നണികൾ വിലയിരുത്തുന്നത്? പോളിംഗുമായി ബന്ധപ്പെട്ട അന്തിമ കണക്കുകൾ എങ്ങനെയൊക്കെയാണ്? പക്ഷേ ഈ പോളിംഗ് ശതമാനം ഉയർന്നു എന്ന് പറയുന്നതിൻ്റെ യഥാർത്ഥ കാരണം SIR തന്നെയാണെന്ന് നിസ്സംശയം പറയാം എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം കഴിഞ്ഞ തവണത്തെ വോട്ടർ പട്ടിക അനുസരിച്ച് സംസ്ഥാനത്ത് 2,60,00,000 പേരായിരുന്നു വോട്ടർ പട്ടികയിൽ ഉണ്ടായിരുന്നത്. ഇത്തവണ അത് ഏതാണ്ട് 2,80,00,000 പേരായിരിക്കുന്നു എന്നാണ് കരുതുന്നത്. എണ്ണം ഇത്തരത്തിൽ കൂടിയെങ്കിൽ യഥാർത്ഥത്തിൽ വോട്ടർ പട്ടികയിൽ കഴിഞ്ഞ തവണ അത്രയും ആളുകൾ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇത്തവണ 2,80,00,000 പേരുണ്ടെങ്കിൽ അത്രയും ആളുകൾ വോട്ടർ പട്ടികയിൽ ഉള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ പോളിംഗ് ശതമാനം കൂടുന്നത് എന്നാണ് കണക്കാക്കേണ്ടിയിരിക്കുന്നത്. എറണാകുളത്തെക്കുറിച്ച് പറയുമ്പോൾ കുന്നത്തുനാട്ടിലാണ് ഏറ്റവും ശക്തമായൊരു മത്സരം നടന്നത്. പക്ഷേ അത് ആർക്ക് അനുകൂലമാകുമെന്ന് ഇനിയും നമുക്ക് പറയാനാവില്ല. 2020 ചെയർമാൻ സാബു എം ജേക്കബ് പറഞ്ഞത് എറണാകുളം ജില്ലയിൽ 6 സീറ്റുകൾ 2020 നേടുമെന്നാണ്. അതൊക്കെ ഒരു അതിരുകടന്ന ആത്മവിശ്വാസം എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. ഒരുപക്ഷേ 1-2 സീറ്റുകളിൽ വലിയ മുന്നേറ്റം നടത്താൻ അല്ലെങ്കിൽ ജയപരാജയങ്ങൾ നിശ്ചയിക്കാൻ അവർക്കയക്കാം. പക്ഷേ കുന്നത്തുനാട്ടിൽ ഇത്തരത്തിൽ വലിയ തോതിൽ പോളിംഗ് ശതമാനം ഉയർന്നതിൻ്റെ ആനുകൂല്യം ലഭിക്കുക സ്വാഭാവികമായും UDF-നായിരിക്കുമെന്നാണ് പൊതുവിലുള്ള ഒരു നിരീക്ഷണം. കാരണം LDF ക്യാമ്പ് കുന്നത്തുനാടിൻ്റെ കാര്യത്തിൽ നിലവിലത്തെ ഈ ഒരു സമയത്ത് നേരത്തെ പുലർത്തിയ ആ ഒരു ആത്മവിശ്വാസം പുലർത്തുന്നില്ല. പൊതുവിൽ വോട്ടിങ്ങിനോട് ഒരു അല്പം വിമുഖത കാണിക്കുന്ന അല്ലെങ്കിൽ പോളിംഗ് പെർസെൻറ്റേജ് ഒക്കെ കുറഞ്ഞു നിൽക്കുന്ന ജില്ലയാണ് എറണാകുളം എന്ന് പറയുന്നത്. പക്ഷേ ആ ജില്ലയിൽ പോലും രാവിലെ മുതൽ നോക്കിയാൽ ഒരു ക്രമാനുഗതമായ ഉയർച്ചയായിരുന്നു പോളിംഗ് ശതമാനത്തിലുണ്ടായിരുന്നത്. ഞാൻ പോയ ഏതാണ്ട് എല്ലാ ബൂത്തുകളിലും 3-4 മണ്ഡലങ്ങളിൽ പോയി ആ 4 മണ്ഡലങ്ങളിലെയും ഏതാണ്ട് എല്ലാ ബൂത്തുകളിലും രാവിലെ ഒരു 6:40 മുതൽ തന്നെ ആളുകൾ വോട്ട് ചെയ്യാൻ എത്തിയിരുന്നു എന്ന് മാത്രമല്ല ഏതാണ്ട് എല്ലാ സമയവും തന്നെ ഒരു 20 മുതൽ 30 പേര് വരെയുള്ള ആളുകൾ ക്യൂ നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ആളുകൾ വന്ന് വോട്ട് ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അതിന് പല രാഷ്ട്രീയ കാരണങ്ങളുണ്ടായിരിക്കാം. പക്ഷേ എനിക്ക് പറയാനുള്ള മറ്റൊരു കാര്യമാണ്, ഇത്തരത്തിൽ ഈ SIR നടപ്പിലാക്കിയപ്പോൾ പരിഗണിച്ച പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വോട്ടർ പട്ടികയിൽ അംഗമായി ചേരാൻ ആഗ്രഹിക്കുന്ന ആളുകളുടെ രക്ഷിതാക്കൾ 2005 തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തവരാണോ അല്ലയോ എന്നുള്ളൊരു ചോദ്യമുണ്ടായിരുന്നു. ആ ചോദ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മിക്കവർക്കും SIR ഇടം കിട്ടിയത്. പല ആളുകളും ചിന്തിച്ചിരിക്കുന്നത് ഇനിയും അത്തരത്തിലൊരു നടപടി വരികയാണെങ്കിൽ ഒരുപക്ഷെ മാനദണ്ഡമായി കണക്കാക്കുന്നത് 2026 തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തോ ഇല്ലയോ എന്നുള്ള ചോദ്യമായിരിക്കാം. അങ്ങനെയെങ്കിൽ തങ്ങൾ വോട്ട് ചെയ്യാതിരുന്നത് മൂലം തങ്ങളുടെ അടുത്ത തലമുറയ്ക്ക് വോട്ടവകാശം ലഭിക്കാതെ പോകരുത് എന്ന് പല ആളുകളും കരുതിയിട്ടുണ്ടാവാം. മറ്റൊരു കാര്യം, തിരുവനന്തപുരത്ത് ഒരു കുട്ടിക്ക് വോട്ടവകാശം നിഷേധിക്കപ്പെട്ടപ്പോൾ ആ കുട്ടിയുടെ അമ്മ പറയുന്നത് കേട്ടു, ഞങ്ങൾക്കിനി പൗരത്വം ഉണ്ടാകുമോ എന്നുള്ള ചോദ്യം പോലും ആ സ്ത്രീ ഉന്നയിക്കുന്നത് കേട്ടു. അത് അവരുടെ ഒരു ആശങ്കയാണ്. സമാനമായ ആശങ്ക കേരളത്തിൽ എല്ലായിടത്തും തന്നെ ഉണ്ടായിരുന്നിരിക്കണം എന്ന് കരുതേണ്ടിയിരിക്കുന്നു. അതായത് ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തില്ല എങ്കിൽ ഒരുപക്ഷെ SIR ഒക്കെ കഴിഞ്ഞ് വോട്ടർ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട് എങ്കിൽ തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തില്ല എങ്കിൽ ഒരുപക്ഷെ ഭാവിയിൽ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടേക്കാം ഇതൊരു ഭീതി ഉണ്ടെന്ന് തോന്നുന്നു. മറ്റൊന്ന്, SIR നമ്മൾ ആദ്യം പൂരിപ്പിച്ച് നൽകി, പിന്നീട് അതിൻ്റെ കരട് പട്ടിക പരിശോധിച്ചു, പിന്നീട് യഥാർത്ഥ പട്ടിക പരിശോധിച്ചു. ഇതൊക്കെ കഴിഞ്ഞാണ് വോട്ടർ പട്ടികയിൽ ഇടം പിടിച്ചത്. ഇത്രയും ബുദ്ധിമുട്ടി വോട്ടർ പട്ടികയിൽ ഇടം പിടിച്ചപ്പോൾ എന്തായിരുന്നാലും ഇത്തവണ വോട്ട് ചെയ്തിട്ട് തന്നെ കാര്യമെന്ന് ഭൂരിഭാഗം ആളുകളും ചിന്തിച്ചിരിക്കാം. ഇതും വോട്ടിൻ്റെ പോളിംഗ് ശതമാനം കൂടാൻ വലിയൊരു കാരണമായി എന്നാണ് പൊതുവിൽ വിലയിരുത്തപ്പെടുന്നത്. മറ്റൊന്ന് മത്സരത്തിൻ്റെ ആധിക്യം. അതേസമയം മറ്റ് പല ജില്ലകളിലേക്ക് കടക്കുകയാണെങ്കിൽ, ഉദാഹരണമായി ഇടുക്കി ജില്ലയിലേക്ക് കടന്നാൽ തൊടുപുഴ സീറ്റിൻ്റെ കാര്യത്തിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്ന ഇൻ്റലിജൻസ് റിപ്പോർട്ട് എന്ന് പറയുന്നത് ഏതാണ്ട് 40,000-ഓളം വോട്ടുകൾക്ക് UDF സ്ഥാനാർത്ഥി അവിടെ വിജയിക്കുമെന്നായിരുന്നു. എന്നാൽ ഇന്നലെ നൽകിയിരിക്കുന്ന ഇൻ്റലിജൻസ് റിപ്പോർട്ട് അനുസരിച്ച് LDF സ്ഥാനാർത്ഥിക്ക് വിജയസാധ്യതയില്ല എന്ന് പറയുന്നില്ല. അതായത് ടൈറ്റ് ഫൈറ്റാണ് തൊടുപുഴയിൽ നടക്കുന്നത് എന്നാണ് ഏറ്റവും ഒടുവിൽ തൊടുപുഴയെ സംബന്ധിച്ച് ഇൻ്റലിജൻസ് വിഭാഗം നൽകിയിരിക്കുന്ന റിപ്പോർട്ട്. ജില്ലയിലെ മറ്റ് പല മണ്ഡലങ്ങൾ സംബന്ധിച്ചും ഇത്തരത്തിൽ ആദ്യം നൽകിയിരിക്കുന്ന റിപ്പോർട്ട് തിരുത്തി നൽകേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. മറ്റൊന്ന്, മധ്യകേരളത്തിൽ ഏറ്റവും ശക്തമായ വെറും വാശിയുള്ള മത്സരം നടക്കുന്ന പാലക്കാട് പോലുള്ള ജില്ലകളാണ്, അതുപോലുള്ള മണ്ഡലങ്ങളാണ്. നമുക്കറിയാം അവിടുത്തെ പ്രത്യേക സാഹചര്യങ്ങൾ ഉൾപ്പെടെ ഈ പോളിംഗ് ശതമാനം വർദ്ധിക്കുന്നതിന് കാരണമായിരുന്നിരിക്കാം. അതുപോലെ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പ് നോക്കിയാൽ 2021 തെരഞ്ഞെടുപ്പിനേക്കാൾ ഉപതെരഞ്ഞെടുപ്പിൽ പോളിംഗ് ശതമാനം പാലക്കാട് മറ്റും വർദ്ധിക്കുകയാണ് ഉണ്ടായത്. ഒരുപക്ഷെ ഉപതെരഞ്ഞെടുപ്പ് ആയതുകൊണ്ടായിരിക്കാം. എന്തായിരുന്നാലും ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ളതുകൊണ്ട് തന്നെ ആയിരിക്കാം പാലക്കാടും ഇത്തരത്തിൽ പോളിംഗ് ശതമാനം വർദ്ധിക്കാനുള്ള കാരണം. മറ്റൊന്ന്, സ്ഥാനാർത്ഥികൾ ആരൊക്കെയാണ് എന്നത്, ഉയർന്നു വന്ന വിഷയങ്ങൾ എന്തൊക്കെ, വലിയ വിവാദങ്ങൾ, ഇതൊക്കെ അവിടെ പോളിംഗ് ശതമാനം ഉയരാൻ കാരണമായിരിക്കാം. ഇങ്ങനെ നോക്കുമ്പോൾ ഓരോ ജില്ലകളിലും ഓരോരോ കാരണങ്ങൾ പറയാനുണ്ട്. ആലപ്പുഴയിൽ G. സുധാകരൻ മത്സരിക്കുന്നതായിരിക്കാം ഒരുപക്ഷെ വലിയ പോളിംഗ് ശതമാനം ഉയരാനുണ്ടായിരിക്കുന്ന ഒരു കാരണമെന്ന് പറയുന്നത്. അതുപോലെ തന്നെ കോട്ടയത്തെ സംബന്ധിച്ച് പറയുമ്പോൾ 9 സീറ്റുകളാണ് ഉള്ളത്. അതിൽ 2 സീറ്റ് വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്ന് നമുക്ക് ഏവർക്കും അറിയാം. അതായത് കോട്ടയവും അതുപോലെ തന്നെ പുതുപ്പള്ളിയുമൊക്കെ വലിയ ഭൂരിപക്ഷത്തിൽ കോൺഗ്രസ് UDF ജയിക്കുന്ന സീറ്റുകളാണ്. മറ്റ് 7 സീറ്റുകളിൽ ആർക്കും നിലവിൽ ഈ പോളിംഗ് ഏതാണ്ട് കഴിഞ്ഞ് 2 മണിക്കൂർ കഴിയുമ്പോൾ ഒരു വ്യക്തത പറയാനാവുന്നില്ല. പോളിംഗ് തങ്ങൾക്ക് അനുകൂലമായിരിക്കുമെന്ന് ഇരു മുന്നണികളും മാറി പറയുന്നു എന്നതൊഴിച്ചാൽ
100% ആത്മവിശ്വാസത്തോടെ ഞങ്ങൾ ജയിക്കും എന്ന് പറയാൻ കഴിഞ്ഞിട്ടില്ല. തൃശ്ശൂർ ജില്ലയെക്കുറിച്ചാണ് ഇനി പറയാനുള്ളത്. നമുക്കറിയാം, പാലക്കാട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പാലക്കാടിനൊപ്പം തന്നെ വലിയ വിവാദങ്ങളുണ്ടായ ജില്ലയാണ് വിവിധ കാരണങ്ങൾ കൊണ്ട് തൃശ്ശൂർ ജില്ല എന്ന് പറയുന്നത്. ആ തൃശ്ശൂർ ജില്ലയിൽ പോളിംഗ് വരാൻ കാരണം ഈ വിവാദങ്ങൾ അല്ലെങ്കിൽ ഈ ആനുകാലിക സംഭവങ്ങൾ തന്നെയാണ്. പക്ഷേ അതിൻ്റെയൊക്കെ ഗുണഭോക്താക്കൾ ആരാണ് എന്നുള്ളത് ആർക്കും ഇനിയും പറയാനായിട്ടില്ല. അങ്ങനെ ഒട്ടേറെ കാരണങ്ങളുണ്ടാവും. ആരെങ്കിലും ഒരാൾ മുമ്പിൽ ഒരാൾ പിറകിൽ എന്ന് പറയുന്നതിൽ പുതിയ കാലത്ത് യാതൊരു അർത്ഥവുമില്ല. മുമ്പൊക്കെ LDF എല്ലാ വോട്ടും പോൾ ചെയ്യാൻ കഴിയുമായിരുന്നു, മറ്റുള്ളവർക്ക് അത്ര പറ്റില്ല എന്ന അർത്ഥത്തിലൊക്കെയാണ് ആ വിലയിരുത്തൽ. പക്ഷെ അതൊക്കെ പോയി ഇപ്പോൾ 3 മുന്നണികളും ഒരേ അർത്ഥത്തിൽ മെഷീനറി ചലിപ്പിച്ച് അവരുടെ വോട്ടുകളെല്ലാം പോൾ ചെയ്യാറുണ്ട്. അതുകൊണ്ട് ശതമാനക്കണക്കിലെ കൂടുതലും കുറവും ഏതെങ്കിലും തരത്തിൽ ഫാക്ടർ ആവുമെന്ന് എനിക്കും തോന്നുന്നില്ല.